കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലികളി സംഘങ്ങൾക്ക് വിതരണം ചെയ്തു. 9 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപയാണ് കളക്ടറേറ്റിൽ നടന്ന പരിപാടിയിൽ വിതരണം ചെയ്തത്. കേന്ദ്ര സഹായം തടയുന്നതിന് വേണ്ടി തൃശൂരിൽ നിന്നും വിജയിച്ചു പോയ ഒരു മന്ത്രി കൂടപിടിച്ചെന്നും വലിയ അധമ പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമർശിച്ചു. പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം ലഭിച്ചതോടെ വലിയ ആശ്വാസവും ആവേശവുമാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുലികളി സംഘങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നത്. 2025 അനുവദിച്ച ഫണ്ടാണിപ്പോൾ പുലികളി സംഘങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിക്കേണ്ട തുക സംസ്ഥാന സർക്കാരിന്റെ താൽപര്യക്കുറവ് മൂലം ലഭിക്കാതെ വരികയായിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടതോടെയാണ് തടസ്സങ്ങൾ നീങ്ങി പുലികളി സംഘങ്ങൾക്കുള്ള പണം ലഭ്യമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാതിരിക്കാൻ തൃശൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ ഒരാൾ കുടപിടിച്ചെന്നും അയാൾ നടത്തിയത് അധമ പ്രവൃത്തിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ഒരാളാണ് ഇതിനെ കുടപിടിച്ചത്. അത്രയും അധമനാവുക എന്തിനു വേണ്ടിയായ. ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നൽകാൻ സാധിച്ചു. ഈ വർഷം 25 നൽകും. എൻ്റെ ആഗ്രഹം ഈ 80 ലക്ഷം കേരളത്തിന് ഉത്സവാഘോഷം എന്നുള്ളത് 1-1.5 കോടിയാവുന്ന നിമിഷം ഇത് 25-ൽ നിന്ന് 50 വരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള പരിശ്രമം നിങ്ങളുടെ എംപിയുടെ ഭാഗത്തു നിന്നുണ്ട്. താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ പിശാചികളാണ് ഇത് ഉപയോഗിച്ചത്, അവർ പ്രായശ്ചിത്തം ചെയ്യണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് അന്ന് കൃത്യമായി ലഭിക്കാതിരിക്കാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഫണ്ട് വരുമ്പോൾ അത് BJPക്ക് അനുകൂലമായി ആളുകൾ ചിന്തിക്കുമെന്ന് കണക്ക് കൂട്ടിയതുകൊണ്ടാണ് അത് ലഭിക്കാതിരിക്കാൻ വേണ്ട നീക്കങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായത്. മുൻ റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമാണ് കൃത്യമായി ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെടാതിരുന്നതെന്നും പരാതിയുണ്ട്. ജനം, തൃശൂർ.